ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് പേര് അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടുണ്ട് ഈ ഒരു റെസിപ്പി. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ തമ്പനയിലും അത് ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ തൃശ്ശൂരുകാരുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് പരിപ്പ് കുത്തിക്കാച്ചിയതും ഉണക്കമാന്തലും. നമ്മുടെ കയ്യിൽ ഉണക്കമാന്തൽ ഇല്ലാത്തത് കൊണ്ട് ഉണക്കമീൻ വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്, ഞാനൊരു തൃശ്ശൂരുകാരിയല്ല. അതുകൊണ്ട് തന്നെ പരിപ്പ് കുത്തിക്കാച്ചിയത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നു പോയേക്കാം. ചിലപ്പം ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഏകദേശം അതിന് ഒരു 2 മില്യൺ വ്യൂസോളം ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ തന്നെ പോകുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടെ നമുക്കുണ്ട്. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യം തന്നെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് കുക്കറിലിട്ട് തിളപ്പിച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അതാകുമ്പം അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് ആവശ്യത്തിന് പരിപ്പെടുക്കണം. ഇത് സാമ്പാർ പരിപ്പാണ്. ഇനി ഈ പരിപ്പ് ഒന്ന് കഴുകിയെടുക്കണം. ഞാനൊരു 3 തവണ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കണം. ഇനി അതവിടെ ഇരുന്ന് വിസിലൊക്കെ അടിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുക്കണം. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് ചതച്ച് എടുക്കണം. ഇനി ഇത് ചതച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 3-4 ഉണക്കമീൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപ്പ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ പരിപ്പ് ഈ ടൈം കൊണ്ട് തന്നെ വിസിലടിച്ചു. വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഓപ്പൺ ചെയ്ത് നോക്കി. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ, ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഈ ക്രഷ്ഡ് ചില്ലി. ഇനി ഇത് ഇല്ലാത്തവർ വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ കഴിഞ്ഞ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ വേവിച്ച് വെച്ച പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോഴത്തേക്കിന് നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങ് അടച്ച് മാറ്റി വെക്കാം. ഇനി ഇങ്ങനെയാണ് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് നമ്മളിതാ ഉണക്കമീനും കൂടെ വറുത്തെടുക്കാൻ പോവാണ്. നമ്മുടെ ഇവിടെ ഉണക്കമീൻ വറുക്കുമ്പോഴത്തേക്കിന് പൊടികളൊന്നും ഇടാറില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ചോറ് റെഡിയായി, പരിപ്പ് കുത്തിക്കാച്ചിയത് റെഡിയായി, ഉണക്കമീനും റെഡിയായി. ഈ 2 ഐറ്റം ഉള്ളതുകൊണ്ട് വേറെ കറികളൊന്നും എന്താണേലും വെച്ചില്ല. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. പരിപ്പ് കുത്തി കാച്ചിയതിൻ്റെ കൂടെ ഉണക്കമാന്തലാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ ഉണക്കമാന്തൽ ഇല്ലാത്തത് കൊണ്ടാണ് വേറെ ഉണക്കമീൻ എടുത്ത് ട്രൈ ചെയ്തത്. എന്താണേലും ഉണക്കമീനാണല്ലോ, ഉണക്കമാന്തലാണേലും ഉണക്കമീനിൻ്റെ ഇതിനകത്തിൽ പെടുന്നതാണല്ലോ, അതുകൊണ്ടാണ് അതെടുത്തത്. അപ്പോൾ എന്താണേലും ഒന്ന് ട്രൈ ചെയ്തു നോക്കി. സംഭവം സൂപ്പറാണ്. ഒരു ഹോംലി ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണേലും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. സംഭവം കൊള്ളാം. കണ്ടോ. ഇനി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, അതായത് തൃശ്ശൂരുകാരല്ലാത്ത ആരെയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതാവുമ്പം അധികം വേറെ കറികളൊന്നും വേണ്ടാതാനും. അപ്പം നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.